എല്ലാ പ്രിയപ്പെട്ടവർക്കും ട്രേഡർ സ്ട്രീറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ മാർക്കറ്റ് ഇവിടെ നോക്കി അറിയാം. നിഫ്റ്റി വന്നിട്ട് ഫ്ലാറ്റ് ഓപ്പണിംഗ് വന്ന് നേരെ കയറി പ്രീവിയസ് ഡേ ഹൈ R1 റേഞ്ചിന് മുകളിൽ പോയതിനു ശേഷം തിരിച്ച് ഈ R1 റേഞ്ച് ഇവിടെ കട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇതെടുത്ത ഓപ്ഷനകത്ത് നമുക്ക് പുട്ട് ഓപ്ഷൻ വേണിച്ചിട്ട് എടുത്താൽ ഇവിടുന്ന് ഒരു ഹെവി ഫോളാണ് താഴോട്ട് കിട്ടിയത്. അതായത് 25,127 25,000 വരെ വന്ന് 25,000 അല്ല 25,000 വരെ വന്നിട്ട് തിരിച്ച് വീണ്ടും അതുപോലെ കയറി പോകും. ആൾക്കാരെ ശരിക്കും പറ്റിക്കുന്ന രീതിയിലുള്ള മൂവ്മെൻ്റാണ് ഈ മൂവ്മെൻറ്റ് കാണിച്ചത്. അപ്പോൾ ട്രേഡ് എടുക്കുന്നവർക്ക് നിമിഷ നേരം കൊണ്ട് നല്ല പ്രോഫിറ്റ് ഇവിടെയും കിട്ടും, ഇവിടുന്ന് ബൈ ചെയ്താൽ ഇവിടെയും കിട്ടും, നല്ല രീതിയിൽ കിട്ടും. പക്ഷേങ്കിൽ ഇത്രയും പെട്ടെന്നൊരു റിക്കവറി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. മാർക്കറ്റ് എൻഡിലോട്ടാകുമ്പോഴാണ് ആ മൂവ്മെൻറ്റ് തരുന്നത്. എന്നാലും മാർക്കറ്റ് ഓൾ ടൈം ഹൈയിൽ ഇങ്ങനെ ഓൾ ടൈം ഹൈ അടിച്ച് നിൽക്കുകയാണ്. പക്ഷേങ്കിൽ ഇവിടെ നോക്കിയാൽ അറിയാം അധികം അങ്ങോട്ട് കയറുന്നില്ല ഓരോ ദിവസം. ഇവിടെ കയറി ഒരു ചെറിയ മൂവ്മെൻറ്റ് അപ്പിലോട്ട് തന്നു, പക്ഷെ അവിടെ തന്നെ ഇങ്ങനെ കൺസോളിഡേറ്റ് ചെയ്യുന്ന നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്നത്. പക്ഷെ ഇന്നാണ് ഒരു ചെറിയ മൂവ്മെൻറ്റ് തന്നിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ ഈ റേഞ്ചിൽ നിന്ന് ഒരു 25, 200, 300 റേഞ്ചിൽ നിന്നൊരു സെല്ലിങ് വരാനാണ് ചാൻസ്. നോക്കാം നമുക്ക്. മാർക്കറ്റിൽ ബാങ്ക് നിഫ്റ്റിയും അധികം സ്ട്രെങ്ത് ഇല്ല. ഓപ്പണിങ് ചെറിയൊരു പ്ലസ് വന്നു. പ്രീവിയസ് ഡേ ഹൈ R1 പോയിട്ട് നേരെ തിരിച്ച് CPR വന്നു. ഓപ്ഷൻ എടുക്കുന്നവർക്ക് നല്ല. അതുപോലെ തിരിച്ച് വീണ്ടും R2 വന്നതിന് ശേഷം ഒറ്റ അടിക്ക് താഴെ പോയി. നല്ല പ്രോഫിറ്റ് കിട്ടും ഓപ്ഷനകത്ത് ചെയ്യുന്നവർക്ക്, CPR നോക്കി ചെയ്യുന്നവർക്കാണെങ്കിൽ. അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്ന ഷെയറുകളാണ് ഈ ഷെയറുകളെല്ലാം. ഇതിനകത്ത് നമുക്കൊരു 6-7 ഷെയർ നല്ല രീതിയിൽ ചാൻസ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഷെയറുകൾ കുറച്ച് നോക്കാം. ഒന്ന് ടോക്കിയോ പ്ലാസ്റ്റ്. നമ്മൾ സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. സെല്ലിങ്ങിൻ്റെ ലെവലുകൾ വരുമ്പോൾ CPRൻ്റെ ലെവലുകൾ വന്നുമ്പോൾ നമ്മൾ സെല്ലിംഗ് ആണ് ചെയ്യുന്നത്. ഏത് ലെവലിൽ നിന്ന് ഫസ്റ്റ് പോകുന്നു ആ ലെവലിൻ്റെ താഴെ വരുമ്പോൾ നമ്മൾ സെല്ലടിച്ച് അന്നേരം വന്ന ഹൈയുടെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടും. അപ്പോൾ നമ്മൾ അതിൻ്റെ വീഡിയോ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. പുതിയതായിട്ട് വരുന്ന ആൾക്കാർ അത് നോക്കി കണ്ട് പഠിച്ച് മനസ്സിലാക്കുക. ഇവിടെ നമ്മളിവിടെ നോക്കിയാൽ ഇവിടെ അത് R1 മുകളിൽ ഓപ്പണായി R2 കയറിപ്പോയി തിരിച്ച് ഇവിടോട്ട് ഇറങ്ങി. ഇവിടോട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ എൻട്രി എടുക്കും. 160 എൻട്രി എടുത്താൽ നമുക്ക് 157 3 രൂപ പ്രോഫിറ്റ് തരുന്നുണ്ട്. പക്ഷേങ്കിൽ പെട്ടെന്നുള്ള മൂവ്മെൻ്റ് ആണ്, നമുക്ക് പെട്ടെന്ന് ബുക്ക് ചെയ്യാൻ പറ്റത്തില്ല. തിരിച്ചിത് കയറി വന്ന് ഹൈ അടിക്കും. നമ്മൾ അഥവാ ഇവിടെ ഒരു 160 എടുത്തിട്ട് നമ്മൾ 164-നോ 5-നോ 160-ന് നമ്മൾ പിന്നെ സ്റ്റോപ്പ് ലോസ് ഇട്ട് ആ സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് ഒന്ന് അടിക്കും. ജസ്റ്റ് ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ നമുക്കത് പ്രോബ്ലം ഇല്ല. അന്നേരത്തെ ഒരു ലോസ് ബുക്ക് ചെയ്തു നമ്മൾ നിൽക്കും. നമ്മൾ പിന്നെ നോക്കേണ്ടത് അടുത്ത ലെവലിലോട്ട് കയറി വരുന്നതെന്നോ. ഇത് അടുത്ത ലെവലിൽ വന്നില്ല, തിരിച്ച് വീണ്ടും പഴയ ലെവലിലോട്ട് ഇറങ്ങി പോവുക ചെയ്തത്. അപ്പോൾ വീണ്ടും നമ്മളിവിടെ എൻട്രി എടുക്കും. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല തിരിച്ച് വീണ്ടും കയറുമോ എന്നുള്ളത്. നമ്മൾ എൻട്രി അങ്ങ് എടുക്കുക, അത്രയേ ഉള്ളൂ. 160 നമ്മൾ എൻട്രി എടുത്താൽ നമുക്ക് പിന്നീട് 152, 149 ഇവിടെ ഒരു 4.5 രൂപയുടെ ലോസ് വന്നെങ്കിൽ ഇവിടെ നമുക്ക് 10 രൂപ പ്രോഫിറ്റാണ് തരുന്നത്. പെട്ടെന്ന് തന്നെ കിട്ടുന്നുണ്ട് 10 രൂപ പ്രോഫിറ്റ്. ലാസ്റ്റ് അത് ലോയിൽ തന്നെ ക്ലോസ് ആവുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ചാൻസ് തന്ന ഷെയർ ഗുൽഷൻ പോളി എന്ന് പറയുന്ന ഷെയർ. ഗുൽഷൻ പോളി ഇവിടെ ഓപ്പണിംഗ് ഇവിടെ കട്ടാകുമ്പോൾ നമുക്ക് ചെറിയൊരു സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. 226. നമ്മൾ എൻട്രി എടുക്കുന്നത് 224-50 റേഞ്ചിൽ ഒരു എൻട്രി എടുത്താൽ നമുക്ക് 214, അതായത് 10 രൂപ പ്രോഫിറ്റ് ഒരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് കിട്ടും. നല്ല വൺ സൈഡ് മൂവ്മെൻറ്റാണ്, നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. ചെറിയൊരു സ്റ്റോപ്പ് ലോസ് നല്ലൊരു പ്രോഫിറ്റ് അത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം വിംത ലാബ്. വിംത ലാബ് ഇവിടെ നോക്കിയാൽ അറിയാം. ഫസ്റ്റ് ഒരു എൻട്രി ഇവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് 601 മുകളിലോട്ട് കയറിപ്പോയി. അതിനുശേഷം ഇറങ്ങി
നമ്മൾ അന്നേരം ഇവിടെ എൻട്രി എടുത്താൽ 628 എടുത്താൽ നമുക്ക് 618 10 രൂപയുടെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. ഇത് ഏതായാലും നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും, 10 രൂപ ഈസി ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. അതിനുശേഷം തിരിച്ച് ഹൈ അടിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താ, അത് അടുത്ത ലെവലിൽ പോകുന്നു. ഇത് അടുത്ത ലെവലിൽ പോയി, അടുത്ത ലെവലിൽ പോയതിനു ശേഷം പിന്നെ മുകളിലോട്ട് പോകുന്നുണ്ട്. പക്ഷേ എങ്കിൽ അടുത്ത ലെവലിലോട്ട് പോകുന്നില്ല, തിരിച്ച് താഴോട്ട് ഇറങ്ങുക. നമ്മൾ അന്നേരം തന്നെ ഇവിടെ എൻട്രി കട്ട് ചെയ്യുമ്പോൾ നമ്മളിവിടെ എൻട്രി എടുക്കും. ഇവിടെ എൻട്രി എടുക്കുന്നുണ്ട്. ഈ ഒരു മൂവ്മെൻറ്റ് നമ്മൾ പേടിച്ചു പോകും. പക്ഷേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇതിന് മുകളിലേ വെക്കാൻ പറ്റത്തുള്ളൂ. എപ്പോഴും ഹൈയുടെ മുകളിലാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കുന്നത്. ട്രയലിംഗ് സ്റ്റോപ്പ് ലോസ് ഒന്നും വെക്കേണ്ട ഒരു കാര്യമില്ല. നമ്മൾ ഈ 650 ഒരു എൻട്രി എടുത്താൽ നമുക്ക് 633 17 രൂപ പ്രോഫിറ്റ്, പിന്നെ ആ റേഞ്ച് പോയിട്ടുമില്ല. അപ്പോൾ ഇതുപോലാണ് ഷെയർസിനെ നമ്മൾ ട്രേഡ് എടുക്കേണ്ടത്. ഒരു പ്രാവശ്യം സ്റ്റോപ്പ് ലോസ് അടിച്ചാൽ ഓക്കെ, രണ്ടാം പ്രാവശ്യം നമുക്ക് ചാൻസ് കിട്ടുമ്പോൾ നമ്മൾ വീണ്ടും എൻട്രി എടുക്കുക. അപ്പോൾ നമുക്ക് രണ്ടാം ചാൻസ് നോർമൽ നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. അതല്ല, രണ്ടാം പ്രാവശ്യം നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കുവാണെങ്കിൽ അത് റെയറായിട്ട് അങ്ങനത്തെ ഒരു ഇത് വരത്തുള്ളൂ. അങ്ങനെ വന്നാൽ നമ്മൾ പിന്നെ ആ ഷെയർ കഴിവതും ട്രേഡ് എടുക്കാതിരിക്കുക. പിന്നെ നല്ല എക്സ്പീരിയൻസും പ്രാക്ടീസും ഒക്കെ ഉള്ളവരാണെങ്കിൽ അതിനകത്ത് വീണ്ടും നല്ല വീക്ക്നെസ് കാണിക്കുന്നതെന്ന് തോന്നിയാൽ നമുക്ക് വീണ്ടും എൻട്രി എടുക്കാം. അല്ലാത്തവരെ രണ്ടാം പ്രാവശ്യം അടിച്ചാൽ പിന്നെ അതിനകത്ത് ചെയ്യാതിരിക്കുക. ഒരു 100-ൽ 10% പോലും ചാൻസ് ഇല്ല ഈ രണ്ടാം പ്രാവശ്യം പഴയ റേഞ്ചിൽ തന്നെ താഴോട്ട് പോയി കഴിഞ്ഞാൽ, അത് ആദ്യം അടിച്ച ആ റേഞ്ചിൽ താഴെ പോയാൽ വീണ്ടും ഒരു ഹൈ അടിക്കാനുള്ള ചാൻസ് തീരെ കുറവായിരിക്കും. അതിന് മെയിൻ കാരണം ഈ ആദ്യം ഒരു അടിക്കുന്ന ഇവിടെ ഒരു ഹൈ അടിച്ചിട്ടുണ്ട്. ഈ ഹൈയുടെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇട്ടിട്ട് ആൾക്കാർ ബൈ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്. അവരുടെ സ്റ്റോപ്പ് ലോസ് എല്ലാം എടുത്ത് അവരെ ബൈ ആക്കിയിട്ട് അത് നേരെ താഴോട്ടേക്ക് പോരും. അതാണ് സിമ്പിൾ ഒരു കാര്യം. അപ്പോൾ ഇതുപോലെയൊക്കെയാണ്. വേറെ ഷെയറുകളും തന്നിട്ടുണ്ട്. വെറുതെ സമയം കളയണ്ടെന്നുള്ള ഓർത്തിട്ട് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ ഈ നാളത്തേന് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഷെയറുകൾ നോക്കാം. നാളത്തേന് നമ്മൾ 14 ഷെയർ എടുത്തിട്ടുള്ളൂ. 14 ഷെയറിനകത്ത് KEC, പിന്നെ ഗോഡ്ഫ്രെ ഫിലിപ്പ്, പിന്നെ കോൺകോർഡ് ബയോ എന്ന് പറയുന്ന ഈ 3 ഷെയർ ആവറേജിന് താഴെയാണ് ക്ലോസിങ്. ഈ ഗോഡ്ഫ്രെ ഫിലിപ്പ് എന്ന് പറയുന്ന ഷെയർ ASM ലിസ്റ്റിലാണ്. നോർമൽ പിന്നെ ഈ ഡിസ്കൗണ്ട് ബ്രോക്കറിൻ്റെ നമ്പറൊന്നും ഇതിന് ലിമിറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല. ഇത് നാളെ 6300 മുകളിലൊക്കെ പോയിട്ട് തിരിച്ച് ഈ ലെവൽ ഇറങ്ങിയാൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഒരു ഇറക്കമായിരിക്കും ഈ ഷെയർ ഇറങ്ങുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. എൻട്രി കിട്ടുന്നവരെ നോക്കിയെടുക്കുക. 10-20 ഷെയർ ചെയ്താൽ പോലും 1000-2000 രൂപ പ്രോഫിറ്റോ ലോസോ വരും. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ക്വാണ്ടിറ്റി കുറച്ചേ ചെയ്യാവൂ. KEC ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന ഷെയർ, ഒരു മിനിറ്റ്, അതിൻ്റെ KEC 968 52 വീക്ക് ഹൈ. അപ്പോൾ KEC ഈ ആവറേജിന് മുകളിൽ പോയതിന് ശേഷം തിരിച്ചിറങ്ങുവാണെങ്കിൽ ഒരു പ്രാവശ്യം ചാൻസ് എടുക്കാം, കുഴപ്പമില്ല. പക്ഷേ എങ്കിൽ ഇത് തിരിച്ച് ഈ ഇറങ്ങിയിട്ട് തിരിച്ച് 20 MA വഴി ബൈ കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ കയറിപ്പോകും. ഒരു പ്രാവശ്യം 1000-ന് മുകളിൽ ഇടാൻ ചാൻസ് ഉള്ള ഷെയറാണ് ഈ ഷെയർ. അതുപോലെ PNB ഹൗസിങ്ങും ശ്രദ്ധിക്കുക. ഇതും ഇത് കണ്ടില്ല, 972 80 980. അപ്പോൾ ഏകദേശം വലിയ ഷെയറുമാണ്. ഏകദേശം 0.5% ഇതിൻ്റെ R1-ഉം പ്രീവിയസ് ഡേ ഹൈയാണ്. അപ്പോൾ ഈ 2 ലെവലിന് മുകളിൽ പോയി, അതായത് ചിലപ്പോൾ ഇത് 1000-ന് മുകളിൽ പോയി കഴിഞ്ഞാൽ, 1000-ന് മുകളിൽ പോയിട്ട് 1000-ന് താഴെ വരികയാണെങ്കിൽ നമ്മൾ ഈ ലെവലുകളൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ 1005 വരെ അടിച്ചിട്ട് 1000-ന് താഴെ പോയാൽ നമ്മൾ 1000-ന് താഴെ ട്രേഡ് എടുക്കുക. 1005-ൻ്റെ മുകളിൽ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടുക. അതല്ല 1000 അടിച്ചിട്ട് നേരെ പെട്ടെന്ന് ഇറങ്ങുവാണെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഈ ലെവൽ R1 കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. പക്ഷേങ്കിൽ ഇങ്ങനെ ഹെവി മൂവ്മെൻറ്റ് കാണിക്കുകയാണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഇതെനിക്ക് തോന്നുന്നത് 1-2 ദിവസങ്ങളിൽ 1000-ന് മുകളിലോട്ട് ഒരു പ്രാവശ്യം കയറും ഈ ഷെയർ. ഫിൻപൈപ്പ് ഈ R1-ഉം പ്രീവിയസ് ഡേ ഹൈ അടിച്ചിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ഡൗൺ ട്രെൻഡ് കാണിക്കാം. കോൺകോർഡ് ബയോ വന്നിട്ട് അതും ആവറേജിന് താഴെയാണ്. ഈ ആവറേജിന് മുകളിൽ പോയതിന് ശേഷം തിരിച്ചിറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാം. GSPL R1 പോയിട്ട് ഇറങ്ങുവാണെങ്കിൽ നല്ലൊരു ചാൻസ് ആയിരിക്കും. അതല്ല ഈ 423-യുടെ മുകളിൽ പോയതിന് ശേഷം ഇറങ്ങുവാണെങ്കിൽ ചാൻസ് എടുക്കാം. പക്ഷേ അധികം നേരം വെയിറ്റ് ചെയ്യരുത്. ആരതി ഫാർമ
ഈ ഹൈയും R1 അടിച്ചിട്ടിറങ്ങുകയാണെങ്കിൽ നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അതല്ല ഈ ഹൈ അടിച്ചിട്ടിറങ്ങിയാലും നമുക്ക് ചാൻസ് എടുക്കാൻ കുഴപ്പമില്ല. ഷെയ്ലി എന്ന് പറയുന്ന ഷെയർ R1 പ്രീവിയസ് ഡേ ഹൈ രണ്ടും ഏകദേശം ഒരേ റേഞ്ചാണ്. ഈ രണ്ട് റേഞ്ചിൽ പോവുക, അതല്ലെങ്കിൽ R2 പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ല അടിപൊളി ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിക്കുക. പുക്കാർണ എന്ന് പറയുന്ന ഷെയറും ഈ ഒരു ഫിഗർ കണ്ടോ, ഇതിന് മുകളിൽ ട്രേഡായിട്ട് ഇറങ്ങുകയാണെങ്കിൽ നല്ലൊരു ചാൻസ് കിട്ടും. ഈ ലെവലിലും താഴെ പോയാൽ ചിലപ്പോൾ നല്ല രീതിയിൽ ഇറങ്ങിപ്പോകാനും ചാൻസ് കൂടുതൽ. ജെനിസിസ് എന്ന് പറയുന്ന ഷെയർ ഒന്നുകിൽ ഈ ഇതിൻ്റെ മുകളിൽ പോയിട്ട് ഹൈയുടെ മുകളിൽ പോയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ചാൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഈ R1 ഓപ്പണിങ്ങിൽ ഒരു ഹെവി മൂവ്മെൻ്റ് ആണ് ഈ ഷെയർ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ 850 860 ഒക്കെ പോയിട്ട് പെട്ടെന്ന് ഇത് ഇറങ്ങുവാണെങ്കിൽ ചിലപ്പോൾ 10 20 30 രൂപയൊക്കെ താഴോട്ടേക്ക് പോരും ഈ ഷെയർ. ഗോകുലാഗ്രോയും ഇതിൻ്റെ ആവറേജിന് താഴെയാണ് ക്ലോസിങ്. അപ്പോൾ അതും നോക്കുക. 276 78 ഈ രണ്ട് റേഞ്ചിൽ പോയിട്ട് R1ഉം ഹൈയുടെയും മുകളിൽ പോയിട്ട് ഈ രണ്ട് ലെവലിലും താഴോട്ട് ഇറങ്ങണം നല്ലൊരു ചാൻസ് പ്രതീക്ഷിക്കാൻ താഴോട്ട്. GK വയറും R1 ഇത് ഹൈ ഇറങ്ങിയെന്ന് പ്രതീക്ഷിക്കും. ബാക്കി ഹൈയിലുള്ള എല്ലാം ഏത് ലെവലുകളാണോ വന്നിട്ട് ഇറങ്ങുന്നത് ആ ലെവലുകളിൽ ഫസ്റ്റ് ഇറങ്ങുന്നിടത്ത് നമ്മൾ സെല് ചെയ്യുക. ഇനിയും നമ്മൾ ഈ തരുന്ന ഷെയർസിനകത്ത് ഒരു 3-4 ഷെയറെങ്കിലും ഈ ഒരു ലെവലുകളും വരാതെ താഴോട്ട് പോകും. താഴോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിനകത്ത് 20 MA വഴിയുള്ള ചാൻസ് നോക്കുക. ഇപ്പം 20 MA ഇപ്പം ഇന്നെടുത്ത ഷെയർ നമ്മൾ ഓപ്പണിങ് ഈ ഫഗീരിയ എന്ന് പറയുന്ന ഷെയർ ലാസ്റ്റിൽ താഴെ പോയതിന് ശേഷം കയറി വരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ നോക്കാം നമുക്ക്. ഓപ്പണിങ് അത് ലെവലുകളൊന്നും വരാതെ താഴെ പോയതിന് ശേഷം ഇതിനകത്ത് 20 MA വെച്ചാണെങ്കിൽ സെല്ലിങ് ബൈങ് എല്ലാം ലെവലുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ ഇവിടെ 20 MA വഴി സെല്ലിങ് കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു ക്യാൻഡിൽ വന്ന് ഇത് മുകളിൽ ട്രേഡായി താഴെ ക്ലോസ് ചെയ്തു. അതിൻ്റെ ലോ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് എൻട്രി എടുക്കും. 238 എടുത്താൽ നമുക്ക് 231 വരെ കിട്ടുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ 20 MA വഴി ഇവിടെ ഒരു ബൈങ് എടുത്താൽ ഇവിടെയാണ് നമുക്ക് 20 MA ഫസ്റ്റ് ചാൻസ് കിട്ടുന്നത്. ഇവിടെ കിട്ടിയാൽ നമ്മൾ ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ഇടും. ഇവിടെ സ്റ്റോപ്പ് ലോസ് ഇട്ടാൽ ഇത് ഏകദേശം അടുത്ത് വരെ വരുന്നുണ്ട്. പക്ഷേ എങ്കിൽ തിരിച്ച് നമ്മൾ ഇവിടുന്ന് ഒരു എൻട്രി എടുത്താൽ 35 എന്നത് 37 ചെറിയ ഇതിലേക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ വീണ്ടും തിരിച്ച് പോയി താഴെ പോയി ചെറിയ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ തിരിച്ച് വീണ്ടും നമുക്ക് ഇവിടെ ചാൻസ് വരുന്നുണ്ട്. 35 90 എടുത്താൽ നമുക്ക് 39 വരെ. ഇങ്ങനെ സ്കാൾപ്പിംഗ് ചാൻസ് നല്ലതായിട്ട് കിട്ടും 20 MA വഴി നോക്കുന്നവർ. പക്ഷേങ്കിൽ നമ്മൾ ഓപ്പണിങ്ങിൽ ഈ ലെവലുകളൊന്നും വരാതെ താഴെ ഇറങ്ങിപ്പോയ ഷെയറുകളായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ചെറിയ സ്റ്റോപ്പ് ലോസ് നമ്മളിപ്പം ഇവിടെ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ 234 58 റേഞ്ചിൽ ഒരു എൻട്രി എടുക്കുകയാണെങ്കിൽ നമുക്ക് 233 ഉള്ളൂ. നമുക്ക് 235 2 രൂപയുടെ ഡിഫറൻസേ ഉള്ളൂ. സ്കാൾപ്പിംഗ് ആണെങ്കിൽ 2-3 രൂപയ്ക്ക് കട്ട് ചെയ്യുക. തിരിച്ച് വീണ്ടും ഇവിടെ താഴെ ഇറങ്ങുമ്പോഴും നമുക്കിവിടെ 2-3 അടുത്ത് സെല്ലിങ്ങും ബൈങ്ങും എല്ലാം കിട്ടുന്നുണ്ട്. പക്ഷേ ചെറിയ ചാൻസേ ഉള്ളൂ. ചില സമയത്ത് നല്ല രീതിയിൽ നല്ല ചാൻസ് കിട്ടും, നല്ല പ്രോഫിറ്റ് കിട്ടും. ഒരു 80% മുകളിൽ നല്ല പ്രോഫിറ്റ് കിട്ടാനാണ് ചാൻസ്. പിന്നെ സൈഡ് വേസ് മൂവ്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിപ്പം ഇവിടുത്തെ മൂവ്മെൻറ്റ് കഴിയുമ്പോൾ മൊത്തം സൈഡ് വേസ് മൂവ്മെൻ്റ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഷെയർസിൻ്റെ ലെവലുകൾ മനസ്സിലാക്കി ട്രേഡ് എടുക്കുക. കൂളായിട്ട് ഇരുന്നിട്ട് എടുക്കുക. ഒരു ലോസ് വന്നാൽ അത് നമ്മളത് എന്താ പറയുന്നത്, അത് ലോസ് വന്നല്ലോ എന്ന് പറഞ്ഞിരുന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് നമുക്ക് അടുത്ത ടെൻഷനിൽ പോയി അടുത്ത എൻട്രി എടുക്കും. തെറ്റായിട്ടുള്ള എൻട്രി ആയിരിക്കും. അതല്ലെങ്കിൽ ശരിയായിട്ടുള്ള എൻട്രി തന്നെ ആയിരിക്കും. നമ്മൾ പോയി തെറ്റായ സ്ഥലത്ത് അത് സ്ക്വയർ ഓഫ് ചെയ്ത് കളയും. അപ്പോൾ കൂളായിട്ട് ഇരുന്നിട്ട് ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുക. പഠിച്ചെടുത്താൽ നല്ല രീതിയിൽ ഇൻട്രാഡക്ട് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. ടൈം എടുത്ത് പഠിക്കുന്ന നല്ലത്. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.